പത്തനംതിട്ട അടൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിക്ക് കഠിന തടവും പിഴയും ശിക്ഷ. കൊട്ടക്കൽ സ്വദേശി സജിയെയാണ് അടൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. 2023 കേസിനാസ്പദമായ സംഭവം. ഗ്രാം MDMA-യും 25 ഗ്രാം കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. ചിറയൻകീഴ് പള്ളിക്കൽ മടവൂർ അറപ്പുര പുത്തംവീട്ടിൽ അജയ് കൃഷ്ണനെയാണ് റൂറൽ ജില്ലാ ഡാൻസാഫും ആലുവ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. തൃശൂർ അഴീക്കോട് യന്ത്രത്തകരാർ മൂലം കടലിൽ കുടുങ്ങിയ 6 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമ സിയുടെ നിർദ്ദേശാനുസരണമാണ് രക്ഷാപ്രവർത്തനം നടന്നത്. അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് വളർത്തുനായയെ വെട്ടിക്കൊന്നു. തിരുവനന്തപുരം പാറശാല കോടങ്കര സ്വദേശി ബിജുവിന്റെ വീട്ടിലെ നായയെയാണ് അയൽവാസി അഖിൽ വെട്ടിക്കൊന്നത്. സംഭവത്തിൽ പാറശാല പോലീസിൽ പരാതി നൽകി. പാലക്കാട് തൃത്താലയിൽ സമഗ്ര കാർഷിക വികസനത്തിനായി സംസ്ഥാന സർക്കാർ നടത്തുന്ന കൃഷി സമൃദ്ധി പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താലയിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ അഖില കേരള വിശ്വകർമ്മ മഹാസഭ താലൂക്ക് യൂണിയൻ സമ്മേളനം നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പട്ടാമ്പി നേർച്ചയുടെ നല്ല നടത്തിപ്പിനായി കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റിയുടെയും പോലീസിന്റെയും സംയുക്ത യോഗം ചേർന്നു. ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. കൊല്ലത്ത് കേരള ഗവൺമെന്റ് റേഡിയോഗ്രാഫേഴ്സ് സംസ്ഥാന സമ്മേളനം നടന്നു. മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു.